നമസ്കാരം. ഇന്ന് നമ്മൾ NCERTയുടെ 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റായ വസന്ത് ഭാഗ് 2ലെ 1ാമത്തെ ചാപ്റ്ററായ ഹം പഞ്ചി ഉന്മുക്ത ഗഗൻ കെ എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പൊതുവിൽ എല്ലാവർക്കും ഹിന്ദി പഠിക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അതിന് മലയാളത്തിൽ അർത്ഥമൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മമാരൊക്കെ തന്നെ പരാതി പറയുന്നു. അവർക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റില്ല എന്നൊക്കെ ഒരുപാട് പറയുന്നതുകൊണ്ട് ഇത് അർത്ഥം മലയാളത്തിലും കൂടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഭാഷയെന്ന് പറയുന്നത് അതിൽ ഏത് ഭാഷയാണോ പഠിപ്പിക്കുന്നത് അതിലൂടെ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ മലയാളം കൂടെ ചേർത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഹം പഞ്ചി ഉന്മുക്ത ഗഗൻ കെ. इसके രചയിത ഹെ ശിവമംഗൽ സിംഗ് സുമൻ. അപ്പോൾ ഹിന്ദിയിലെ പ്രശസ്തനായ കവി ശിവമംഗൽ സിംഗ് സുമനാണ് ഏത് ഹം പഞ്ചി ഉന്മുക്ത ഗഗൻ കെ എന്ന കവിത എഴുതിയത്. ഉന്മുക്ത ഗഗൻ എന്ന് വെച്ചാൽ ഖുല ആകാശ്, തുറന്ന ആകാശം അല്ലെങ്കിൽ വിശാലമായ ആകാശം. ഇനി പഞ്ചി അറിയാം, പക്ഷി. അപ്പോൾ തുറന്ന വിശാലമായ ആകാശത്തിലെ പക്ഷികളാണ് ഞങ്ങൾ. അപ്പോൾ ഈ പക്ഷികൾ നമ്മളോട് പറയുന്ന അവയുടെ വ്യഥകളും ആഗ്രഹങ്ങളുമാണ് ഈ കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ കവിതയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങളെ ഒരു വീട്ടിൽ കുറേ നേരം അടച്ചങ്ങനെ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന്. നമ്മളെല്ലാവരും അതുപോലെയാണ്. നമുക്ക് അപ്പോൾ അടച്ചിട്ടിട്ട് നമുക്ക് എന്ത് തരത്തിലുള്ള ആഹാരം തന്നാലും വസ്ത്രം തന്നാലും അതൊന്നും അതിനോടൊന്നും ആയിരിക്കത്തില്ല പ്രിയം. കുറേ ദിവസം നമ്മളൊരു മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് വെളിയിലിറങ്ങണമെന്ന് ആഗ്രഹിക്കും. അതുപോലെയാണ് എപ്പോഴും അതിനും അപ്പുറമായിരിക്കും എപ്പോഴും ഇങ്ങനെ ആകാശത്തിലൂടെ അല്ലെങ്കിൽ അതിനിഷ്ടം പോലെ പറന്ന് നടക്കുന്ന കിളികളെ നമ്മൾ പിടിച്ചൊരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അവയുടെ ഉള്ളിൽ എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. കൂട്ടിനുള്ളിൽ അകപ്പെട്ട ഒരു പക്ഷി, അതിൻ്റെ ദുഃഖമാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആഗ്രഹങ്ങളും കൂടെ പറയുകയാണ്. ഇതിനുള്ളിൽ നിന്ന് ഞങ്ങൾക്ക് സ്വതന്ത്രമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആകണം, ഞങ്ങൾക്ക് തുറന്ന് ഈ ആകാശത്തിലേക്ക് പോകണമെന്നൊക്കെയാണ് പക്ഷി ഇതിലൂടെ പറയുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റാൻസിലേക്ക് കിടക്കാം. ഹം പഞ്ചി ഉന്മുക്ത ഗഗൻ കെ പിഞ്ചരബദ്ധ നഗ പായെങ്കി കനക തീലിയോം സേ ടക്കരാക്കർ പുളകിത് പങ്ക് ടൂട്ട് ജായെങ്കെ. ഹം പഞ്ചി उन्मुक्त गगन के पिंजरबद्ध नग पाएंगे. यहाँ पक्षी कहता है हम इस उन्मुक्त गगन के खुले आकाश के पक्षियां हैं. आकाशത്തിലൂടെ उड़ने वाले पक्षियां हैं. हम इस खुले आकाश में उड़ने वाले पक्षियां हैं. पर अब पिंजरबद्ध मीन्स पिंजरे में बंद होना. പിഞ്ചര നെസ്റ്റ്, കൂട്, കേജ്. അപ്പോൾ കൂടിനുള്ളിൽ ബന്ദ് എന്താണ്, അകപ്പെട്ടിരിക്കുക, ബന്ധനസ്ഥനായിരിക്കുക. പിഞ്ചരബദ്ध. अब हम पिंजरे में बंद है इसलिए हमें गा नहीं पाएंगे. न गा पाएंगे എന്ന് വെച്ചാൽ എന്താ, ഗാ നഹീം പായെങ്കി, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുകയില്ല, പാടുവാൻ കഴിയുകയില്ല. ഇനി എന്താണ് പറയുന്നത്? ഇനി കനക് തീലിയോം സേ ടക്കരാക്കർ പുളകിത് പങ്ക് ടൂട്ട് ജായെങ്കെ. കനക് തീലിയാം. കനക് ക്യാ ഹെ? സോന, സ്വർണം, ഗോൾഡ്. തീലിയാം എന്ന് വെച്ചാൽ എന്താണ്, കമ്പികൾ, ഈ മെറ്റൽ ബാറിനെയാണ്. അപ്പോൾ ഇവിടെ കനക തീലിയാന്ന് വെച്ചാൽ എന്താ, സ്വർണ്ണ കമ്പികൾ. അതുപോലെ ടക്കരാക്കർ മീൻസ് എന്താണ്, ഇങ്ങനെ ഉരയുക, തട്ടുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ പുളകിത് പങ്ക് ടൂട്ട് ജായെങ്കെ. അപ്പോൾ പക്ഷി कहता है कि हम इस पिंजरे में बंद है. इस पिंजरे के
पिंजरा कैसे बनाया हुआ है? കനക് തീലിയോം സെ ബനായ ഹുവാ ഹെ. ഞങ്ങൾ ഈ കൂടിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ കൂടെന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? കനക തീലിയോം സെ ബനായ ഹുവാ ഹെ. സ്വർണ്ണ കമ്പികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇസ് തീലിയോമേ ടക്കരാക്കർ, ഈ കമ്പികളിൽ തട്ടി ഹമാരെ സുന്ദർ പങ്ക്. പുളകിത് പങ്ക് മീൻസ് എന്താണ്? സുന്ദർ ഓർ സുശോഭിത് ഓർ മനോഹരമായ ചിറകുകൾ എന്താണ്? ടൂട്ട് ജായെങ്കി, ടൂട്ട് ജാന നശിച്ചു പോകും. അപ്പോൾ ഹം ഇസ് പിഞ്ചരേമേം ബന്ദ് ഹേ ഇസ്ലിയെ ഹമേം ഗാ നഹീ പായെങ്കി, നമുക്ക് പാടാൻ കഴിയുകയില്ല. ഓർ ഇസ് സോനേക്ക് तीलियों से टकराकर हमारे सुंदर पंख टूट जाएंगे, നശിച്ചു പോകും. പക്ഷി യഹാ ക്യാ ചാഹത്തി ഹെ? സ്വതന്ത്രത ചാഹത്തി ഹെ. പക്ഷി ഇവിടെ എന്താണ് ആഗ്രഹിക്കുന്നത്? സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷി അതിൻ്റെ സങ്കടം പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ തുറന്ന ആകാശത്തിൽ പറന്ന് നടന്ന പക്ഷികളാണ്, വിശാലമായ ആകാശത്ത് പറന്ന് നടന്ന പക്ഷികളാണ്. അബ് ഹമേം നഹേംഗാ പായേ ഓർ पिंजरे की सोने की सलाखों से टकराकर हमारे आनंदित और पुलकित पंख टूट जाएंगे, इसलिए हमें स्वतंत्र रहना चाहते हैं, हमें छोड़ देंगे इस पिंजरे से. അപ്പോൾ പക്ഷി എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ അതിനെന്താണ്? അതിൻ്റെ പറക്കുവാനുള്ള ചിറകുകളൊക്കെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പക്ഷി ദുഃഖിക്കുന്നത്. ഇനി ഹം ബഹ്താ ജൽ പീനെ വാലെ മർ ജായേംഗെ ഫൂക്കെ പ്യാസെ കഹീം ഭലേ ഹെ കടുക് നിബൗരി കനക് കടോരി കി മൈദാസെ. ഹം ബഹ്താ ജൽ പീനെ വാല, പക്ഷിയാം ബഹ്താ ജൽ പീനെ വാലെ ഹെ. ബഹ്താ ജൽ മീൻസ് നദിയോ കാ ജൽ. ബഹ്ത എന്ന് വെച്ചാൽ എന്താ? ഒഴുകുന്ന ജലം. ഒഴുകുന്നത് നദികളിലേക്ക് ജലമാണ് എന്താണ്? ഒഴുകി പോകുന്നത്. അല്ലാതെ ഒരിടത്ത് ഇപ്പോൾ നമ്മൾ പാത്രത്തിലൊന്നും കൊണ്ടുവയ്ക്കുന്ന പോലുള്ള ജലമല്ല. എന്താണ്? അവയ്ക്ക് ഈ പാത്രത്തിൽ കൊടുക്കുന്ന ജലത്തെക്കാട്ടി അവ ഇങ്ങനെ ദൂരദേശത്തേക്ക് ഇങ്ങനെ എപ്പോഴും പറന്ന് നടക്കുന്നത്. അപ്പോൾ വഴിയിൽ കാണുന്ന നദിയിലൊക്കെയാണ് അവ ഇറങ്ങി എന്ത് ചെയ്യുന്നത്? ജലമൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അവർ പക്ഷി कहता है कि हम बहता जल पीने वाले हैं, इसलिए हमें भूख प्यासे से. ഭൂക്ക് മീൻസ് എന്താ? വിശപ്പ്. പ്യാസ ദാഹം. അപ്പം വിശപ്പിനാലും ദാഹത്താലും ഞങ്ങൾ എന്ത് ചെയ്തു? മർ ജായെങ്കെ, മർഹോ ജായെങ്കെ, മരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഈ നദിയിൽ നിന്നൊക്കെയുള്ള ജലം കുടിച്ചാണ് ശീലം. ഇന്നിപ്പോൾ അതല്ല കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പിഞ്ചരേമേ ബന്ദ് ഹോ ജാനേക്കെ കാരണം, ഈ കൂട്ടിനുള്ളിൽ അകപ്പെട്ട കാരണം ഹം ഫൂക്ക് ഓർ പ്യാസേസേ മർ ഹോ ജായെങ്കെ, ഞങ്ങൾ വിശപ്പിനാലും ദാഹത്താലും എന്ത് ചെയ്യും? മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് അതിന് ഉദാഹരണമായി പറയുന്നത്? കഹീം ഭലി ഹെ കടുക് നിബൗരി കനക് കടോരി കി മൈദാസെ. കഹീം ഭലി ഹെ കടുക് നിബൗരി. കടുക് നിബൗരി ക്യാ ഹെ? കടുക് മീൻസ് കഡ്വ, കയ്പുള്ള. നിബൗരി നീം കാ ഫൽ. നീം കാ ഫൽ മീൻസ് വേപ്പിൻ്റെ കായ. ഇനി കഹീം ഫലി ഹെ, അതിനേക്കാൾ നല്ലതാണ്. ഏതിനേക്കാൾ? കനക് കടോരി കി മൈദാസെ. കനക് മീൻസ് സ്വർണം. കടോരി സ്മോൾ കപ്പിനാണ് കടോരി എന്ന് പറയുന്നത്. അതായത് ചെറിയ കപ്പ്. അപ്പോൾ സ്വർണ്ണ കപ്പിൽ കി മൈദാസെ, അപ്പോൾ സ്വർണ്ണക്കപ്പിൽ കൊണ്ടുതരുന്ന മൈദയേക്കാൾ. മൈദ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? പക്ഷിയുടെ ആഹാരത്തെയാണ്. അപ്പോൾ പക്ഷിക്ക് കൊടുക്കുന്ന ആഹാരം. അപ്പം നമ്മൾ സ്വർണ്ണക്കപ്പിൽ ഈ ഭക്ഷണം കൊണ്ടുതരുന്നതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം എന്താണ്? കടുക് നിബൗരി, കയ്പേറിയ വേപ്പിൻ കായാണ് ഞങ്ങൾക്ക് ഏതിനേക്കാളും ഇഷ്ടം? നിങ്ങൾ ഈ സ്വർണ്ണപാത്രത്തിൽ തരുന്ന ആഹാരത്തിനേക്കാൾ ഇഷ്ടം ഞങ്ങൾക്ക് ഏതാണ്? കഡ്വ नीम का फल है. അപ്പോൾ पक्षी कहता है कि कभी हमें खाने के लिए नीम का फल मिला है पर हम स्वतंत्र है.
ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് വേപ്പിൻ കായൊക്കെ കിട്ടുകയുള്ളായിരിക്കും, എങ്കിലും ഞങ്ങൾ എന്താണ് സ്വതന്ത്രരാണ്. അപ്പോൾ നിങ്ങൾ ഈ പാത്രത്തിനുള്ളിൽ തരുന്ന എന്താണ് സ്വർണ്ണ പാത്രത്തിൽ തരുന്ന ഇത് ഭക്ഷണത്തെക്കാളും എന്താണ് ഞങ്ങൾക്ക് ഈ കഡ്വാ നീം കാ ഫൽ ബഹുത് അച്ഛാ ലഗ്താ ഹേ, കൈപ്പേറിയ വേപ്പിൻ കായാണ് വളരെ ഇഷ്ടമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് മാത്രമാണ് ആഗ്രഹം? സ്വതന്ത്രരഹിന, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ इस पिंजरे सोने की है और खाने की कटोरी भी सोने की है, पर इसमें दिए हुए मैदे से 2 गुना अच्छा है वह नीम का फल. ഇത് കൂട് സ്വർണ്ണമായിരിക്കും, തരുന്ന ആഹാരം തരുന്ന പാത്രം സ്വർണ്ണമായിരിക്കും. പക്ഷേ ഇതിൽ തരുന്ന മൈദയെക്കാട്ടിലും 2 ഇരട്ടി 2 ഗുണ അച്ഛ, 2 ഇരട്ടി നല്ലത് ഞങ്ങൾക്ക് ഏതാണ്? വഹ് നീം കാ फल है. इन्हें स्वर्ण श्रृंखला के बंधन में अपनी गदी उड़ान सब भूले, बस सपनों में देख रहे हैं तारू की फुनगी पर के झूले. स्वर्ण श्रृंखला के बंधन में, അപ്പോൾ अब पक्षी कहाँ है? स्वर्ण की तीलियों से बनाए हुए पिंजरे में है. സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ സ്വർണ്ണ കമ്പികൾ കൊണ്ട് നിർമ്മിച്ച കൂടിനുള്ളിലാണ് പക്ഷിയുള്ളത്. അവിടെ അവരെങ്ങനെ ബന്ധനസ്ഥരാണ്? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? സ്വർണ്ണ ശൃംഖല, കനകം കൊണ്ട് നിർമ്മിച്ച ചങ്ങലകളാൽ ഞങ്ങൾ ബന്ധനസ്ഥരാണ്. അബ് ഹം സ്വർണ്ണ ശൃംഖലാക്കെ ബന്ധൻ മേ ഹേ, ഞങ്ങളിപ്പോൾ സ്വർണ്ണ ചങ്ങലകളുടെ ബന്ധനത്തിലാണ്. ഇസ്ലിയെ, ഇതുകൊണ്ട് അപ്പനി ഗതി ഉഡാൻ സബ് ഫൂലെ, അപ്പനി ഗതി, ഗതി മീൻസ് മൂവ്മെൻറ്റ്, ഉഡാൻ എന്താ പറക്കാനുള്ള കഴിവ്, സബ് ഭൂലെ എല്ലാം മറക്കുക, ഫൂല മീൻസ് എന്താ മറക്കുക. അപ്പോൾ ഈ സ്വർണ്ണ ശൃംഖലാക്കെ ബന്ധൻ മേ ഹമാരെ സബ് ഗതി ഉഡാൻ ഫൂൽ ഗയേ ഥേ, പറക്കാനുള്ള കഴിവും മൂവ്മെൻറ്റ്സും എല്ലാം എന്ത് ചെയ്തു? ഞങ്ങൾ മറന്നു പോകും. ഇനി ബസ് സപ്നോ മേ ദേഖ് രഹേ ഹേ തരു കി ഫുനഗി പർ കേ ചുലെ. സപ്നോ മീൻസ് എന്താണ്? സ്വപ്നം. ബസ് സപ്നോ, സ്വപ്നത്തിൽ മാത്രം. ദേഖ് രഹേ ഹേ, കാണാൻ കഴി. തരു കി ഫുനഗി പർ കേ ചുലെ. തരു എന്താണ്? തരു മീൻസ് വൃക്ഷം. ഫുനഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വൃക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശാഖയ്ക്കാണ് എന്ത് പറയുന്നത്? ഫുനഗി എന്ന് പറയുന്നത്. ചൂല മീൻസ് എന്താ? ഊഞ്ഞാലാടുക അല്ലെങ്കിൽ ആടുക എന്നുള്ളതാണ്. അപ്പോൾ अब सपने में ही देखा करता है. പക്ഷി कहता है कि अब सपने में ही देखा करता है. ഇപ്പോൾ സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്ത്? ഹം പേടോं की ऊंची ऊंची शाखाओं में झूला झूला करते हैं. ഞങ്ങൾ വൃക്ഷത്തിൻ്റെ ഉയർന്ന ശാഖകളിലിരുന്ന്, ബ്രാഞ്ചസിലിരുന്ന് ആടുന്നത് ഞങ്ങൾക്കിപ്പോൾ എന്തുമാത്രം കാണാൻ കഴിയുള്ളൂ? സപ്നോ മേ ഹി ദേഖാ കർത്താ ഹെ, സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെയും പക്ഷി, തങ്ങളുടെ കൂട്ടിലകപ്പെട്ട പക്ഷി തങ്ങളുടെ ദുഃഖം പറയുകയാണ്. എന്ത് ചെയ്തുകൊണ്ടിരുന്ന പക്ഷിയാണപ്പോൾ? വളരെ ഉയർന്ന ശാഖകളിലൊക്കെ ഇരുന്ന് സ്വതന്ത്രനായി വിഹരിച്ചു കൊണ്ടിരുന്ന പക്ഷിയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഇതിനുള്ളിലായി പോയി. സോനെ പിഞ്ചരമേ വെന്തേ ഹുയേ ഹം ഉടനെ തോ സബ് കുച്ച് ഫൂലാ ഹേ, പറക്കാനുള്ള കഴിവുകളെല്ലാം എന്ത് ചെയ്തെന്ന് തോന്നുന്നു? ഇപ്പോൾ മറന്നുപോയി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ऐसे थे अरमान की उड़ते, ऐसे थे अरमान की उड़ते नीले नफ की सीमा पाने, लाल किरण सी चोंच खोल चुगते तारक अनार के दाने. ऐसे थे अरमान, यहाँ പക്ഷി अपनी इच्छा बताती है. അർമാൻ മീൻസ് ഇച്ഛ. ഇച്ഛ എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താണ്? നീലാ നഫ് കി സീമാപാനെ. നീലാ നഫ്, നഫ് ആകാശ്, നീലേ നഫ് നീലാകാശം. സീമാപാന മീൻസ് എന്താ? ബോർഡേഴ്സ് വരെ എത്തുക, ബൗണ്ടറി കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ സീമ എന്ന് വെച്ചാൽ അതിരെന്നാണ്. അപ്പോൾ
ഞങ്ങളുടെ ആഗ്രഹം പക്ഷി कहता है कि हमें इच्छा है इस नीले गगन के सीमा പാർ കരാന, ഈ നീലാകാശത്തിൻ്റെ അതിർവരമ്പുകൾ കടക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ അത്രത്തോളം എന്താണ്, ആകാശത്തിൻ്റെ അങ്ങേയറ്റം വരെ പോകുവാനാണ് പക്ഷി ആഗ്രഹിക്കുന്നത്. പോയിട്ടോ ലാല് കിരണ സി ചോഞ്ച് ഖോൽ ചുഗത്തെ താരക അനാർക്കേദാനെ. പക്ഷി कहता है कि हमें अपने लाल चोंच से താരകരൂപി അനാർക്കെ ദാനെ ഖാനെ ചാഹത്തെ ഹേ. ഞങ്ങളുടെ ചുവന്ന ചുണ്ടുകൾ കൊണ്ട് താരകമാകുന്ന മാതളത്തെ, നക്ഷത്രമാകുന്ന മാതളത്തെ തങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് കൊത്തിപ്പറക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പക്ഷി എന്താണ്, അത്രത്തോളം അങ്ങ് ദൂരേക്ക് പറന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷിയുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങളുടെ അടുത്ത് വരെ പോകാൻ പക്ഷി അത്രത്തോളം പറന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ദാന മീൻസ് എന്താണ്, ധാന്യങ്ങൾ. അനാർക്കെ ദാനേ, മാതളത്തിൻ്റെ ധാന്യങ്ങൾ അല്ലെങ്കിൽ ആ ചുവന്ന വിത്തുകൾ, അത് തങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് കൊത്തിപ്പറക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പക്ഷി പറയുന്നത്. ഹോത്തി സീമാഹീൻ ഷിതിജ് സേ ഇൻ पंखों की होड़ा होड़ी, या तो क्षितिज मिलन बन जाता या तंती सांसों की डोरी. ഇവിടെ എന്താ പറയുന്നത്, ഹോത്തി സീമാഹീന് ഷിതിജ് സേ. ഇത് പക്ഷിയുടെ മറ്റൊരാഗ്രഹമാണ് പറയുന്നത്. എന്താ, സീമാഹീന് ഷിതിജ്. സീമാഹീൻ എന്ന് വെച്ചാൽ അതിരുകളില്ലാത്ത ചക്രവാള. ഷിതിജ് എന്ന് വെച്ചാൽ ചക്രവാള, ദ ഹൊറിസോണിനെയാണ് ഷിതിജ് എന്ന് പറയുന്നത്. ഈ ഷിതിജ് സേ ഇൻ പങ്കോങ്കി ഹോഡാ ഹോഡി. ഹോഡാ ഹോഡി മീൻസ് എന്താ, കോമ്പറ്റീഷൻ. പങ്കോം എന്ന് വെച്ചാൽ ചിറകുകൾ. അപ്പോൾ പക്ഷി अपनी इच्छा बताती है, वे कहती है कि इस हमारे इन पंखों से हम आकाश की क्षितिज तक उड़ना चाहती है और इस क्षितिज से മുക്കാബ്ല കർണ ചാഹത്തി ഹെ. അവയോട് ഞങ്ങളുടെ ചിറകുകൾ കൊണ്ട് മത്സരം വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്, അത്രത്തോളം പക്ഷികൾ പറന്നു പോകാൻ. അപ്പോൾ ഈ ചക്രവാളം എന്ന് പറയുന്നത് എന്താണ്, ഈ ആകാശവും ഭൂമിയും ചേരുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ദൂരത്തേക്ക് പക്ഷി പറന്നു പോകാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ അപ്പനെ പങ്കോങ്കോ ഫൈലാക്ക, തങ്ങളുടെ ചിറകുകൾ വിടർത്തി പറന്നു പോകാൻ ആഗ്രഹിക്കുന്നു. യാത്തോ, അങ്ങനെ പോകുമ്പോഴോ, യാത്തോ ഷിതിജു മിലനു ബൻജാത്ത കഫി ഹം ലക്ഷ്യപ്രാപ്ത കറില്ലെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഷിതിജു മിലന് വെഞ്ചാത്താന്ന് വെച്ചാൽ ഷിതിജു വരെ എത്തും, അതായത് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. അല്ലെങ്കിലോ യാ തന്തി സാസോങ്കി ഡോരി. തന്തി സാസോങ്കി ഡോരി മീൻസ് എന്താണ്, കഫീഹം മറിജായെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ മരിച്ചു പോകുമായിരിക്കും, അങ്ങേയറ്റത്ത് ഞങ്ങൾ എത്തുമായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ ഇതിൽ എന്താണ് അവസാനിച്ചു പോകുമായിരിക്കും ഞങ്ങളുടെ ജീവൻ. എന്നാലും എന്താണ്, ഹമേ കോയി ദുഃഖി നഹി ഹുവ, എന്നാലും ഞങ്ങൾക്ക് ഒരു ദുഃഖവും ഉണ്ടാകില്ല. ഞങ്ങൾ ഹമേം ക്യാ ചാഹത്തി ഹേ, ഹമേം സ്വതന്ത്ര രഹന ചാഹത്ത ഹേ, ഹമേം അപ്നെ പങ്കോം സേ ദൂർ ദൂർ തക് ഉടന ചാഹത്ത ഹേ. ഞങ്ങളുടെ ചിറകുകൾ കൊണ്ട് അത്രത്തോളം ദൂരത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചക്രവാളത്തോളം ദൂരത്തേക്ക്, അതിർവരമ്പുകളില്ലാത്ത അത്രത്തോളം ദൂരത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി എന്താ, നീഡിന ദോ ചാഹേ ടഹനീക്ക ആശ്രയി ചിന്ന ഫിന്ന് കർ ഡാലോ ലേക്കിൻ പങ്ക് ദിയേ ഹേ തോ ആകുലുടാനുമേ വിഘ്ന ന ഡാലോ. നീഡ് ന ദോ ചാഹേ ടഹനീക്ക. യഹാം പക്ഷി ഹമേം അപേക്ഷ കർത്തി ഹെ, നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുവാണ്. എന്താണ്, നീഡിന ദോ ചാഹേ ടഹനീക്ക. അപ്പോൾ ഒരു കൂടുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, പക്ഷികൾക്ക് ചുള്ളിക്കമ്പുകൾ വേണം. ടഹനി എന്ന് വെച്ചാൽ എന്താ, ചുള്ളിക്കമ്പുകൾ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചുള്ളിക്കമ്പുകളൊന്നും തരണ്ട, കൂടുണ്ടാക്കാനായിട്ട് എന്ത് തരണ്ട, പിന്നെ ചുള്ളിക്കമ്പുകളൊന്നും തരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ആശ്രയി ചിന്ന് ഫിന്ന് കർഡാലോ. ചിന്ന് ഫിന്ന് മീൻസ് എന്താണ്, തോടിന നശിപ്പിക്കുക. ആശ്രയം എന്ന് വെച്ചാൽ എന്താ, നമുക്കൊരു ആശ്രയം, നമുക്ക് വീടൊക്കെയാണ് നമ്മുടെ ആശ്രയം എന്ന് പറയും, അത് നിങ്ങൾ വേണമെങ്കിൽ നശിപ്പിച്ചോളൂ. അപ്പോൾ പക്ഷി പറയുകയാണ് എന്താണ്,
തും ഹമേ കോയി ടഹനീ ന ദീജിയെ, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരണ്ട, ഒരു ചുള്ളിക്കമ്പ് പോലും തരണ്ട. എന്തിനു വേണ്ടി? പിഞ്ചരെ ബനാനേക്കയിലെ കൂടുണ്ടാക്കാൻ. ഓർ ഹമാരെ ഖോൻസ്ലാഫി ഖോഡാലിയെ, ഞങ്ങളുടെ കൂട് വേണമെങ്കിൽ എന്ത് ചെയ്തോളൂ, ചിന്നു ഫിന്ന് കർഡാലോ, എന്താ നശിപ്പിച്ചോളൂ. ലേക്കിൻ പിന്നെന്താ, പങ്ക് ദിയേ ഹേ തോ, നിങ്ങൾ ചിറകുകൾ തരികയാണ്. ആകുലുഡാനുമേ വിഘ്നനടാലോ, ഞങ്ങൾക്ക് പങ്ക് ദിയേ ഹേ, ഈശ്വരനെ ഹമേം പങ്ക് ദിയാ ഹേ ഉഡാനെ കേലേ, ഉസ് പങ്ക് മേം കോയി വിഘ്ന മത് ഡാലേ. വിഘ്ന മീൻസ് എന്താണ്? വിഘ്നം എന്ന് വെച്ചാൽ തടസ്സം, ഒരു ബാധ. ഒരു തടസ്സങ്ങളും ഉണ്ടാക്കരുത് ഞങ്ങളുടെ ഈ ഹമേ കിസി പിഞ്ചരമേ മത് രോഗിയെ, എന്താണ്? ഞങ്ങളെ ഏതെങ്കിലും ഒരു കൂട്ടിനുള്ളിൽ എന്ത് ചെയ്യരുത്, കെട്ടിയിടരുത്, അല്ലെങ്കിൽ പിടിച്ച് ഇടരുത്. അപ്പോൾ എന്താണ്? നിങ്ങൾ टहनीना दीजिए पिंजरे बनाने के लिए और हमारे घोंसले भी खो डालिए, लेकिन हमें जो पंख ईश्वर ने दिए हैं उसमें कोई विघ्न मत डालिए, और या हमें किसी पिंजरे में मत रोकिए. പക്ഷി ക്യാ കഹത്തെ ഹേ, സ്വതന്ത്രത ചാഹിയെ ഹമേ, ഞങ്ങൾക്ക് എന്താ വേണം? സ്വാതന്ത്ര്യം വേണം. ഇസ്ലിയെ ഇസ് പിഞ്ചരെ സെ ഹമേ മുക്ത് കരോ, ഈ കൂട്ടിൽ നിന്ന് ഞങ്ങളെ മോചിതരാക്കൂ. അപ്പോൾ ഇതാണ് കവിത. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ഇത് കേൾക്കുവാൻ ശ്രമിക്കുക. കേട്ടിട്ട് വീണ്ടും കേട്ടിട്ട് മനസ്സിലാകുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി.